നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ ആന്തോണീസിന്റെ ദർശന തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി വിശ്വാസികൾ തിരുനാൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു. പെരുമ്പിള്ളിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര കാവടി സമാജത്തിന്റെ സൗഭാഗ്യ 2ന്റെ കൂപ്പൺ പുറത്തിറക്കി. പ്രമുഖ കലാനിരൂപകൻ രാജീവ് മേനോൻ കൂപ്പൺ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോതകുളം ബീച്ചിൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം തുടങ്ങി. നിർധനരായ വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നൽകുന്നതാണ് സെന്റർ. വാർത്തകൾ വിശദമായി. അമ്മാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ ആന്തോണീസിന്റെ ദർശന തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി വിശ്വാസികൾ തിരുനാൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു. ദർശന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6 മണിക്കും 7:30ക്കും വിശുദ്ധ കുർബാന നടന്നു. രാവിലെ 10 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ഫ്രെഡി അരിക്കാട്ട് മുഖ്യ കാർമ്മികനായി. ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്ത് തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നടന്നു. ഇടവകയിലെ മുഴുവൻ വിശ്വാസികളും തിരുനാൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കര പട്ടിയേക്കൽ എന്നിവർ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. പെരുമ്പിള്ളിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര കാവടി സമാജത്തിന്റെ സൗഭാഗ്യ 2ന്റെ കൂപ്പൺ പുറത്തിറക്കി. പ്രമുഖ കലാനിരൂപകൻ രാജീവ് മേനോൻ കൂപ്പൺ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ കൂപ്പൺ വിതരണം നിർവഹിച്ചു. സജി തെക്കൂട്ട് ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി. അധ്യക്ഷനായ കാവടി സമാജം പ്രസിഡന്റ് CN വേണുഗോപാൽ, സെക്രട്ടറി ജയമോഹൻ എന്നിവർ സംസാരിച്ചു. കാവടി കമ്മിറ്റി അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോതകുളം ബീച്ചിൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം തുടങ്ങി. നിർധനരായ വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നൽകുന്നതാണ് സെന്റർ. സംസ്ഥാന DGP റവാഡ A ചന്ദ്രശേഖരൻ CP ട്രസ്റ്റിന്റെ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. With this, I can definitely feel that Sri CP Muhammad must be from the heavens. Must be really looking at you, sir, with a great amount of satisfaction for having given a wonderful son to this soil. ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്ത് ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമല്ല, നൂറുകണക്കിന് കുടുംബാംഗങ്ങൾക്കും ആശ്വാസം പകർന്നതും ജീവൻ നിലനിർത്തുന്ന ഒരു സേവന കേന്ദ്രത്തിൻ്റെ തുടക്കമാണ് ഇന്നത്തെ ഇവിടെ തുടങ്ങുന്നത്. പരേതനായ ശ്രീ CP മുഹമ്മദിൻ്റെ ഓർമ്മയിലെ CP മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റും കേരൻഷീർ ഫൗണ്ടേഷനും ചേർന്ന് നിങ്ങൾ ഇന്നു ഈ സ്ഥാപിച്ച ഈ സൗജന്യ ഡയാലിസിസ് സെൻറ്റർ ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും മനോഹരമായ ഒരു മുഖമാണ്. കിഡ്നി രോഗം ഒരു വ്യക്തിയെ മാത്രമല്ല, വ്യക്തിനെ മാത്രം ബാധിക്കുന്നതല്ല, ഒരു കുടുംബത്തിനെ മുഴുവൻ താഴെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. ഇത് നമ്മൾക്ക് ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്ന ഒരു അസുഖമാണ്. ഇതിന് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഈ രോഗം വരാതിരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ ബോധവൽക്കരണങ്ങൾ, ആ പ്രബോധനങ്ങൾ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം ഇതിനിപ്പോൾ ഡയാലിസിസ് വന്നു കഴിഞ്ഞാൽ, സാറ് തന്നെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരടുത്ത സുഹൃത്തിന് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രാരാബ്ധം, ചെലവുകൾ, പിന്നെ വേറൊന്നിനും പോകാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ വീട്ടുകാരോടും നമ്മളുടെ സുഹൃത്തുക്കളോടും നമ്മളുടെ അയൽവക്കക്കാരോടും പ്രത്യേകിച്ച് യുവതലമുറയോടും പറയേണ്ടത്
നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തി ഈ രോഗത്തിന് അടിമപ്പെടാതെ നമ്മുടെ ഒരു കൃത്യനിഷ്ഠയോടുകൂടി ഒരു ഡിസിപ്ലിനോടുകൂടി ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അവർ ഓരോരുത്തരും ഏറ്റെടുക്കണം. നമുക്ക് ഈ ഡയാലിസിസ് സെൻ്ററിലേക്ക് പോകാനോ അവിടെ വരാനോ മൊബൈൽ ഡയാലിസിസ് വന്ന് ചികിത്സിക്കാനോ ഒന്നിനും നമ്മൾക്ക് വരാതെ പോകട്ടെ. CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് അധ്യക്ഷനായി. പ്രവാസി വ്യവസായി ഡോക്ടർ P മുഹമ്മദ് അലി ഗൾഫാർ ആദ്യ ഡയാലിസിസ് കാർഡ് വിതരണം നിർവഹിച്ചു. കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ, കെയർ ആൻഡ് ഷെയർ MD ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ, കാനാടി മഠം മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമി, മാതൃഭൂമി ഡൽഹി പ്രതിനിധി N അശോകൻ, ഹലീം അബി സെയ്ദ് മുഹമ്മദ്, ട്രസ്റ്റ് അംഗങ്ങളായ ശോഭ സുബിൻ, ഷമീർ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. CP ട്രസ്റ്റ് നേതൃത്വം നൽകുന്ന ആനിമൽ സ്ക്വാഡിനെ ചടങ്ങിൽ ആദരിച്ചു. 2.5 ഏക്കർ സ്ഥലത്ത് 6000 ചതുരശ്രയടി വിസ്തൃതിയിൽ നിർമ്മിച്ച ഡയാലിസിസ് സെന്ററിൽ അത്യാധുനിക സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 10 ഡയാലിസിസ് മെഷീനുകളാണ് സെന്ററിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിദിനം 30 രോഗികൾക്ക് ഇവിടെ ഡയാലിസിസ് നൽകാൻ കഴിയും. ഡോക്ടർമാർക്ക് പുറമെ 15ഓളം ജീവനക്കാരും ഡയാലിസിസ് സെന്ററിൽ സേവനം ചെയ്യും. കൂടാതെ ലാബ് സംവിധാനം, മൊബൈൽ ഫ്രീസർ, കൌൺസിലിംഗ്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, മെഡിക്കൽ ഉപകരണങ്ങൾ, മരണാനന്തര ക്രിയകൾക്കാവശ്യമായ ഉപകരണങ്ങൾ തുടങ്ങിയ സേവനങ്ങളും സെന്ററിൽ സൌജന്യമായിരിക്കും. എല്ലാ ദിവസവും ഇവിടെ രോഗികൾക്കും നാട്ടുകാർക്കുമായി കഞ്ഞി വിതരണവും ശുദ്ധജലത്തിനായി വാട്ടർ കിയോസ്കും സ്ഥാപിച്ചതായും ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. എടമുട്ടം കാപ്പിരിക്കാവിന് സമീപം മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. എടമുട്ടം സ്വദേശി ശാർക്കര വീട്ടിൽ 50 വയസ്സുള്ള ധനേഷാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ പ്രദേശവാസികളാണ് മൃതദേഹം കണ്ടത്. കാപ്പിരിക്കാവ് ക്ഷേത്രത്തിന് വടക്കുഭാഗത്തെ പറമ്പിലെ ഉപയോഗശൂന്യമായ കിണറിന്റെ ആൾമറ ഭിത്തിക്ക് മുകളിലായിരുന്നു മൃതദേഹം. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പലിശരഹിത വായ്പ വിതരണം ചെയ്തു. ചെറുകിട വ്യാപാരികൾക്കാണ് പലിശരഹിത വായ്പ നൽകിയത്. കച്ചവടക്കാരെ സഹായിച്ചു കൊടുത്തെടുക്കുക. നമുക്ക് ഇവിടുത്തെ വരുമാനം നോക്കണ്ടേ? നമ്മളിവിടെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വെച്ചിട്ട് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് നമുക്കൊരു ബിൽഡിങ്ങോ മറ്റു ചുറ്റുപാടോ വരുമാനമില്ല. ഇതിൽ വരുമാനം ഉണ്ടാക്കണം. ഇവിടെ വളരെ കാലങ്ങളായിട്ട് പണത്തിൽ കിടന്നിരുന്ന കട വാടക കൊടുക്കാണ്ടിട്ടിരുന്നു. അത് മിസ്റ്റർ റഹ്മാൻ ഇപ്പോൾ ഉണ്ടായില്ല. ആ പുള്ളിക്ക് വാടക കൊടുത്തു, അഡ്വാൻസ് റേറ്റ് വാടക കൊടുത്ത് കൃത്യമായിട്ട് വാടക കിട്ടുന്ന അതൊരു വരുമാനം ഉള്ളൂ. പിന്നെ നമ്മളെ കൂടി വെക്കും, നമ്മൾ സഹായിക്കുന്ന കൂടി വെക്കും. നമ്മളെല്ലാവരും കൂടിയല്ല ഇതിന് പരസ്പര സഹായ നിധി, അത് കൂടി എന്ന് പറയാൻ പരസ്പര സഹായ നിധി. ആദ്യഘട്ടത്തിൽ 25 പേർക്കും 2ാം ഘട്ടത്തിൽ 14 പേർക്കുമാണ് പലിശരഹിത വായ്പ നൽകിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് ഇൻചാർജ് പ്രസിഡന്റ് MS സിദ്ദിഖ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR സത്യൻ, ട്രഷറർ കമറുൽ ഹക്ക്, യൂത്ത് വിംഗ് സെക്രട്ടറി അബ്ദുൾ സമദ്, ട്രഷറർ അബ്ദുറഹീം, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹാഷിം, മെഹബൂബ്, യൂണിറ്റ് അംഗം റഫീഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. ഇന്റിമേറ്റ് ക്ലബ്ബും ഗോൾഡൻ റോബ്സ് ക്ലബ്ബും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. കയ്പമംഗലം പള്ളിനട RCUP സ്കൂൾ മൈതാനത്തായിരുന്നു വടംവലി മത്സരം ഒരുക്കിയത്. കയ്പമംഗലം SHO KT വിജിത്ത് മത്സരം ഉദ്ഘാടനം ചെയ്തു. അവിടെ നിങ്ങളുടെ കൂടെ കൂട്ടുകൂടാനും വളരെ അതിയായ ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ പലപ്പോഴും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കൃത്യസമയത്തും കൃത്യ ദിവസങ്ങളിൽ ഏറ്റെടുത്ത ദിവസങ്ങളിൽ പലപ്പോഴും എത്തിപ്പെടാൻ കഴിയാതെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ അച്ചടക്കത്തോടെ ഇരിക്കുന്ന ഒരു സദസ്സ് ഞാൻ മറ്റു പല ജില്ലകളിലും കണ്ടിട്ടില്ല. ഇത്രയും ആവേശകരമായ മത്സരം നടക്കുമ്പോഴും കൃത്യമായിട്ട് വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് വളരെ ശാന്തമായി അവരെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ആ സദസ്സിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എന്നെ ക്ഷണിച്ച ഈ സംഘാടക സമിതിക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇടവക വികാരി ഫാദർ ജിജോ ചക്കിയത്ത് അധ്യക്ഷനായി. നിങ്ങളൊക്കെ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള പടം കണ്ടിട്ടുണ്ടോ? ഒരു സിനിമ അല്ലേ? മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടില്ല? കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടുപോകും. അതായത് വടംവലി ഒരു ടീമിന്റെ കഥയാണ് സത്യത്തിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. ഈ മഞ്ഞുമൽ ബോയ്സില് ഒരു കുഴിയിൽ വീണ കൂട്ടുകാരനെ രക്ഷിക്കാൻ അവസാനത്തെ ഒരു വലി വലിക്കുന്നുണ്ട്.
ആ വലി എന്ന് പറയുന്നത് ലൂസ് അടിക്കുക എന്ന് പറയാം. അത് ഈ വടംവലി മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ലൂസ് അടിക്കുക, അതായത് ചിലത് വിട്ടുകൊടുക്കുന്നത് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ ലൂസ് അടിച്ച് വിജയിക്കുക എന്ന് പറയുന്നത്. അപ്പോ ഈ വടംവലി എന്ന് പറയുന്നത് ഒരു മത്സരമാണെങ്കിലും അത് ജീവിതമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതായത് ജീവിതത്തെ ഇതുപോലെ തിരിച്ചു പിടിക്കാനും വലിച്ചു പിടിക്കാനും നമുക്ക് സാധിക്കണം. അതാണ് വടംവലി നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. മനോഹരമായ, ആസ്വദിക്കാൻ പറ്റുന്ന, ശാന്തമായി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മത്സരമാണ് ഈ വടംവലി. അതിന്റെ പിന്നിൽ ഒരുപാട് പരിശീലനമുണ്ട്. ഞാൻ ആ സിനിമ കണ്ടപ്പോഴാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലായത് ഇതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ എങ്ങനെയാണ് ഇത് പരിശീലിക്കേണ്ടതെന്നുള്ളത്. ഒരുപാട് പരിശീലനത്തിന്റെ പിന്നിലുണ്ട്. എങ്ങനെയൊക്കെ ചെയ്താലാണ് അവരുടെ കൈക്കരുത്തും മനക്കരുത്തും ഒപ്പം തന്നെ അതൊരു സിംഫണി, ഹാർമണിയൊക്കെ അതിലുണ്ട്. അതുകൊണ്ട് ഇത്രയും പേർ ഒരുമിച്ച് നിന്ന് ഒരു മനസ്സോടെ ഒരുപോലെ ഭരിക്കാൻ, പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി മത്സരിക്കാൻ സാധിക്കുമ്പോഴാണ് സത്യത്തിൽ വടം വിജയിക്കുന്നത്. ഊട്ടുതിരുനാൾ ജനറൽ കൺവീനർ ബോബി മാളിയേക്കൽ, ഫാദർ സീമോൻ കാഞ്ഞിത്തറ, ഗോൾഡൻ റോബ്സ് ക്ലബ്ബ് പ്രസിഡന്റ് സുബിൻ കണ്ടേങ്ങാട്ടിൽ, ഇന്റിമേറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് ജോയ് ഭണ്ഡാരി എന്നിവർ സംസാരിച്ചു. 4 ജില്ലകളിൽ നിന്ന് 16ഓളം ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരത്തിൽ ഹായ് ഫ്രണ്ട്സ് കയ്പമംഗലം 1ാം സ്ഥാനവും ഇന്റിമേറ്റ് കയ്പമംഗലം 2ാം സ്ഥാനവും നേടി. രാജു അടിമാലിയെ ചടങ്ങിൽ ആദരിച്ചു. എടമുട്ടം പാലപ്പെട്ടി കിഴക്കുമുറി ദേശം ഒരുക്കിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. പുളിഞ്ചോട് സെന്ററിലായിരുന്നു സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് നറുക്കെടുപ്പും സമ്മാന വിതരണവും നിർവഹിച്ചു. എസ് എൻ പുരം 5ാം പരുത്തി സ്വദേശി അഖിൽ വലിയ പറമ്പിലിന് 1ാം സമ്മാനമായ സ്കൂട്ടർ സമ്മാനിച്ചു. ചടങ്ങിൽ മറ്റ് 10 സമ്മാനങ്ങളും വിതരണം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൌമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ PS ഷാജഹാൻ, ഷാജി കണ്ണങ്കിലത്ത്, KB അജയ്ഘോഷ് എന്നിവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അമ്മാടം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ ആന്തോണീസിന്റെ ദർശന തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി വിശ്വാസികൾ തിരുനാൾ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു. പെരുമ്പിള്ളിശ്ശേരി ശ്രീധർമ്മശാസ്ത്ര കാവടി സമാജത്തിന്റെ സൗഭാഗ്യ 2ന്റെ കൂപ്പൺ പുറത്തിറക്കി. പ്രമുഖ കലാനിരൂപകൻ രാജീവ് മേനോൻ കൂപ്പൺ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോതകുളം ബീച്ചിൽ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം തുടങ്ങി. നിർധനരായ വൃക്ക രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നൽകുന്നതാണ് സെന്റർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.